ഇറാനും ചൈനയും തമ്മിൽ ആയുധ കരാർ നടന്നിട്ടുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അത് ഇപ്പം അല്ല, കുറച്ച് മുമ്പേ തന്നെ അതിൻ്റെ ഡീലിംഗ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ സജീവമായിട്ട് ആ കാര്യങ്ങൾ നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വിവരം ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ്, പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലിനെയും. പറയുന്ന കാര്യം മിസൈൽ നിർമ്മിത ആവശ്യമായിരിക്കും, അതായത് ബാലിസ്റ്റിക് മിസൈലുമായിട്ട് ബന്ധപ്പെട്ട് രാസവസ്തുക്കൾ ചൈന ഇറാന് നൽകിയിട്ടുണ്ട്. അത് പല ഘട്ടങ്ങളിലായിട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 വിമാനമായിട്ട് ബന്ധപ്പെട്ട വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. റഡാറിൽ കുടുങ്ങിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഇറാനിലെത്തുന്ന സമയത്ത് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അങ്ങനെ ഒരു രഹസ്യ രീതിയിലാണ് യഥാർത്ഥത്തിൽ ആ വിമാനം ഇറാനിൽ ഇറങ്ങുന്നത്. 3 കാർഗോ വിമാനം അല്ലെങ്കിൽ ചൈനയുടെ 3 സൈനിക വിമാനം. എന്തൊക്കെ വസ്തുക്കൾ അതിലുള്ളത് എന്നതിനെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വന്നിട്ടില്ല. സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് 2 രാജ്യങ്ങളും. അതിലുള്ള വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു വിവരം പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ പറയുന്നത് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന രാസവസ്തുക്കൾ ചൈന ഇറാന് നൽകി. അമോണിയം, സോഡിയം, പെർക്കോലോറേറ്റ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ് കാര്യമായിട്ട് നൽകപ്പെട്ടത്. CNN ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. വാൾ സ്ട്രീറ്റ് ജേർണലും ഈ റിപ്പോർട്ട് അങ്ങനെ തന്നെ വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ബോംബ് പ്ലസ് റോക്കറ്റ് ഇത് രണ്ടും സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ റോക്കറ്റ് ഇറാൻ്റെ കൈവശത്തിൽ കുറവാണ്, മിസൈലാണ് ഇറാൻ്റെ കൈവശത്തിൽ കൂടുതൽ. ബോംബ് ഏറെക്കുറെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യത ഒരിക്കലും ഒരു ലോക രാജ്യത്തിനും അറിയില്ല. ഏകദേശം മാത്രമേ അറിയാൻ പറ്റൂ, ഏകദേശം മാത്രമേ പുറത്ത് വരികയും ചെയ്തു. അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതാണ് ലോകത്തുള്ള എല്ലാ രാജ്യവും. അപ്പോൾ അവരുടെ കൈവശത്തിൽ എത്രത്തോളം ബോംബുകളുണ്ട്, എത്രത്തോളം റോക്കറ്റുകളുണ്ട്, ആയുധ സംവിധാനങ്ങളുണ്ട്, ഇതെവിടേക്കാണ് സൂക്ഷിക്കപ്പെട്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ രീതികൾ, ഇതൊന്നും ലോകത്തിന് അറിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് അറിയാത്തത് കൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. അവരുടെ കൈവശത്തിൽ അത്ര ഒന്നുമില്ല മുൻപേ ഉള്ളത്. കാരണം വിമാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വിമാന അപകടങ്ങൾ ഉണ്ടാവും. ഏറ്റവും പഴക്കം ചെന്ന വിമാനങ്ങളാണ് ഇറാനുള്ളത് എന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ കൈവശത്തിലുണ്ടാകുന്ന മിസൈലും യഥാർത്ഥത്തിൽ ഉപയോഗശൂന്യമാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കി. കാര്യം ഇറാൻ ഇറാഖ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു മാരകമായിരിക്കുന്ന ഒരു യുദ്ധമൊന്നും ഇറാൻ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഉപയോഗശൂന്യമായിരിക്കുന്ന ആയുധങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അതല്ലെങ്കിൽ അവരുടെ കൈവശത്തുള്ള ആയുധങ്ങൾ അവരിങ്ങനെ പൊലിപ്പിച്ച് കാണിക്കുന്ന പോലെ പല മിസൈലുകളും പുറത്തോട്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഉദ്ഘാടന പരിപാടി പോലെ അല്ലെങ്കിൽ വലിയൊരു വിളംബരം പോലെയാണ് ഇറാൻ പുറത്തിറക്കാറുള്ളത്. 2000 കിലോമീറ്റർ ദൂരത്തുള്ള മിസൈൽ, 1500 കിലോമീറ്റർ ദൂരത്ത് പറക്കുന്ന മിസൈൽ, ആണവായുധം വഹിച്ചുകൊണ്ട് പറക്കാൻ പറ്റുന്ന മിസൈൽ, ഇത് ഇന്ന മേഖലയിൽ സൂക്ഷിച്ചിരിക്കുന്നു, ഇത് അണ്ടർഗ്രൗണ്ടാണ്, കടലിൻ്റെ അടിയിലാണ്, പർവ്വതത്തിനുള്ളിലാണ്, ഇതൊക്കെ പറയുന്ന സമയത്ത് വെറുതെയാണ് എന്ന് ഇസ്രായേൽ തെറ്റിദ്ധരിച്ചു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവരുടെ മൊസാദ് സംവിധാനം പോലും പരാജയപ്പെട്ടത് ഇറാൻ്റെ രഹസ്യം ചോർത്തുന്ന കാര്യത്തിലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അപ്പോൾ പറയുന്ന കാര്യം, ഒരു രാജ്യത്തിൻ്റെ രഹസ്യമായിരിക്കുന്ന പൂർണ്ണമായിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് അറിയാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. ഇവരെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആയുധങ്ങൾ നിർമ്മിക്കുകയും അത് പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പല മേഖലയിലും പല രൂപത്തിലും. അതെങ്ങനെയാണെന്ന് മനസ്സിലായില്ല. കാര്യം ഇറാൻ എന്ന് പറയുന്ന വലിയ ബൃഹത്തമായിരിക്കുന്ന ഒരു രാജ്യമാണ്. ഏകദേശം ഇന്ത്യയോട് അത്ര വലിപ്പമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യയെ അപേക്ഷിക്കേണ്ട അത്ര ജനസംഖ്യ ഉണ്ടോ? അത്ര ജനസംഖ്യ ഇല്ലാനും. അതുകൊണ്ട് ഏത് രീതിയിൽ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കും. മാത്രവുമല്ല, റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് പരമാവധി ആയുധങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇറാൻ തന്നെയാണ്. റഷ്യയുടെ അകത്ത് ഇറാൻ്റെ ഫാക്ടറി ഉണ്ട് എന്ന് പറയുന്നു. ഈ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ തങ്ങൾ ആക്രമിച്ചത് ഇറാൻ്റെ മിസൈലാണെന്ന് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി പറയുന്നു. ഇതാണ് എൻ്റെ സ്ഥിതികൾ. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഡീലിംഗ് അത് ഈ അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു ഡീലിംഗ് ആണ്. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹ്രസ്വ ദീർഘദൂര മിസൈലും അതിൻ്റെ പ്രതിരോധ സംവിധാനവും ഈ ചൈന ഇറാന് നൽകിയിട്ടുണ്ട്. പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഇപ്പം നിലനിൽക്കുന്നു. ഇസ്രായേൽ അംഗീകരിക്കാത്ത കാര്യം ഇറാൻ ആദ്യം അംഗീകരിച്ച് പിന്നെ അതിന് ശേഷം ഇറാൻ തന്നെ മൗനം പാലിച്ചൊരു കാര്യമുണ്ട്. 4 ഇസ്രായേലിൻ്റെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അതിൽ 2 പേരുടെ 2 വിമാനത്തിൽ നിന്നെങ്കിലും പൈലറ്റുമാരെ പിടികൂടിയിട്ടുണ്ട് എന്ന് ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള വിമാനം എന്ന് പറയുന്നത് അത്യാധുനികമായിരിക്കുന്ന യുദ്ധവിമാനങ്ങളാണ്. റഡാറിൽ കൊടുങ്ങാത്ത രീതിയിൽ
റഡാറിൻ്റെ പരിധിക്കപ്പുറം പറന്ന് ആക്രമണം നടത്തി ലക്ഷ്യസ്ഥാനത്ത് തിരിച്ചെത്താൻ മാത്രം പാകത്തിലുള്ള ആ വിമാനം ലക്ഷ്യം കണ്ടുകൊണ്ട് വെടിവെച്ച് താഴെ വീഴ്ത്തിയ ആ മെഷീനറി, ആ സംവിധാനം എന്താണ് എന്നുള്ളത് ഇസ്രായേലിന് അറിയണം. അത് അറിയേണ്ടത് ഇറാന്റെ നിർമ്മിതമാണോ, അതല്ലെങ്കിൽ ചൈനയുടെ നിർമ്മിതമാണോ, അതല്ലെങ്കിൽ റഷ്യയുടെ നിർമ്മിതമാണോ, പ്രതിരോധ സംവിധാനം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും അത് ഇസ്രായേലിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇപ്പോൾ ചൈനയെക്കുറിച്ച് ചെറിയ സംശയങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉടലെടുക്കുക. ഇതിന് മുമ്പ് റഷ്യയെക്കുറിച്ച് പറഞ്ഞു, റഷ്യയുടെ കയ്യിൽ C-300 എന്ന് പറഞ്ഞൊരു പ്രതിരോധ മിസൈൽ എങ്ങാനും ഉണ്ട്, അതുകൊണ്ടാണ് പ്രതിരോധം തീർത്തത് എന്ന് പറഞ്ഞു, അതിനെ തകർത്ത് താഴ്ത്തത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ദീർഘദൂര മിസൈലുകളും പ്രതിരോധ മിസൈലുകളും ചൈന ഇറാന് നൽകി. അപ്പോൾ ഇപ്പോൾ ഇറാൻ നൽകി എന്ന് പറയുന്ന സമയത്ത് പ്രതിരോധ മിസൈലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. വിമാനത്തെ തകർത്ത് താഴെയിടണമെങ്കിൽ ഈ പ്രതിരോധ മിസൈൽ, ശക്തമായിരിക്കുന്ന പ്രതിരോധ മിസൈൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനത്തെ സംവിധാനം ചൈനയുടെ കയ്യിലോ റഷ്യയുടെ കയ്യിലോ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഇവർ ഈ രണ്ട് രാജ്യങ്ങളെയും കവച്ചു വെട്ടിക്കൊണ്ട് ഇറാൻ ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ എന്ന് ലോകം സംശയിക്കുന്നു. അവരുടെ രീതികൾ അങ്ങനെ തന്നെയാണ്. ഈ ഇറാൻ്റെ രീതി എന്ന് പറഞ്ഞാൽ റഷ്യയുടെ കൈവശത്തു നിന്നോ അല്ലെങ്കിൽ ചൈനയുടെ കൈവശത്തു നിന്നോ മിസൈൽ വാങ്ങും. 500 കിലോമീറ്റർ ദൂരത്തുള്ള അല്ലെങ്കിൽ 100 കിലോമീറ്റർ ദൂരത്തുള്ള മിസൈലാണ് വാങ്ങുക. അതെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് അതിലുള്ള മെഷീൻ സംവിധാനങ്ങൾ എടുത്ത് പരിശോധിച്ച് എന്തൊക്കെ വസ്തുക്കളാണ് ഇതിൽ ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന് മാറ്റത്തിരുത്തുകൾ വരുത്തി കിലോമീറ്റർ ദൂരം കൂട്ടി അതിനനുസരിച്ച് മിസൈലിൻ്റെ നീളം കൂട്ടി സംവിധാനങ്ങൾ കൂട്ടി അങ്ങനെ ഘടിപ്പിച്ച് 100 കിലോമീറ്റർ ദൂരത്തിൽ പറക്കുന്ന മിസൈലുകളെ പരിഷ്കരിച്ച് അത് 2000 കിലോമീറ്ററിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് ഇറാൻ്റെ ഏറ്റവും വലിയ വിജയം. ആ മിസൈൽ എന്നിട്ടുള്ള മറ്റൊരു രസം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ റഷ്യയുടെ കൈവശത്തിൽ നിന്ന് വാങ്ങുന്ന 100 കിലോമീറ്റർ ദൂരമുള്ള മിസൈലിനെ പരിഷ്കരിച്ചു കൊണ്ട് പുതിയ സംവിധാനത്തോടെ നിർമ്മിച്ച് 500 കിലോമീറ്റർ ദൂരത്താക്കി അതേ മിസൈൽ റഷ്യക്ക് ഇറാൻ വിൽപ്പന നടത്തുകയും ചെയ്യും. അതാണ് ഉക്രൈൻ ഇതിനിടയിൽ പറയപ്പെട്ട കാര്യം. അങ്ങനെയാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങൾക്ക് തന്നെ വിൽപ്പന നടത്തുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് അത് വിഷയമല്ല. കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യക്ക് വസ്തുക്കൾ കിട്ടണം. ഇത്ര ശക്തിയുള്ള, ഇത്ര ലക്ഷ്യം കാണുന്ന രീതിയിലുള്ള മിസൈലുകൾ നിലവിൽ യഥാർത്ഥത്തിൽ ഇറാൻ്റെ കൈവശത്തിലേ ഉള്ളൂ എന്ന് ലോകം ഇപ്പോൾ സമ്മതിച്ചു. അതാണ് അവരുടെ രീതികൾ. അപ്പോൾ ചൈന ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രതിരോധ മിസൈൽ നൽകിയിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള പ്രതിരോധ മിസൈലാണ് എന്നതിനെക്കുറിച്ചുള്ള രൂപം വന്നിട്ടില്ല. പിന്നെ അടുത്ത പാരഗ്രാഫ് പറയുന്നത് യുദ്ധവിമാനം പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന അതിൻ്റെ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കാൻ വേണ്ടി എന്തൊക്കെയാണോ അയിര് ലവണങ്ങളോ എന്തൊക്കെ പറയുന്നുണ്ട്, അതിൽ അത്ര സാധനങ്ങളൊക്കെ അതും നൽകിയിട്ടുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾ നിർമ്മിക്കാനുള്ള വസ്തുക്കളും അതോടൊപ്പം തന്നെ അത് നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന ഒരു നിയമാവലികളും കൊടുത്തിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾ വേറെയും കൊടുത്തിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പറന്ന് അവിടെ എത്തുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സർവ്വ മേഖലയും ഇപ്പോൾ അമേരിക്ക നിരീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് റഷ്യ ഇറാന് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ചൈന ഇറാന് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഇറാൻ അങ്ങോട്ട് മാറ്റി കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ബദൽ സംവിധാനങ്ങൾ ചെയ്യുന്നത്, സ്വർണം കൊടുക്കുന്നുണ്ടോ, രത്നം കൊടുക്കുന്നുണ്ടോ, അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുമെന്നുള്ള ഒരു ഭീഷണി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഒരിക്കൽ പറയാം. അതൊക്കെ നല്ല രസകരമായിരിക്കുന്ന കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും വില കൂടിയ പൗരന്മാരുള്ള, ഏറ്റവും സുരക്ഷിതമുള്ള ഒരു രാജ്യത്തിൻ്റെ പേരാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവർ ലോകരാജ്യങ്ങളിൽ ഇടപെടാത്ത അല്ലെങ്കിൽ അവർ ഇടപെടാത്ത ഒരു രാജ്യം ലോകത്തില്ല എന്ന് ഏറെക്കുറെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ വധിക്കുമെന്ന് ഇറാൻ എന്ന് പറയുന്ന ഒരു 3-4 ലോക രാജ്യം പറയുന്നുണ്ടെങ്കിൽ അവരുടെ ധൈര്യം എത്ര ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ചൈനയുമായിട്ട് അമേരിക്ക നമുക്കറിയാം, ചൈനയും അമേരിക്ക തമ്മിൽ നല്ലൊരു ബന്ധമല്ല, മുമ്പേ അല്ല. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർ സർവത്ര മേഖലയിലും പരാജയപ്പെടുത്താൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. 2-ാം ലോക യുദ്ധവുമായി ബന്ധപ്പെട്ട് ചൈനയും അമേരിക്കയും ഒരേ ചേരിയിലായിരുന്നു. ചൈനയും അമേരിക്കയും മാത്രമല്ല, റഷ്യയും ഒരേ ചേരിയിലാണ്, സോവിയറ്റ് യൂണിയനാണ് ഒരേ ചേരിയിലാണ്. ഈ യുദ്ധം യഥാർത്ഥത്തിൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ശക്തിയുള്ള രാജ്യമായിട്ട് മാറുന്ന എപ്പോഴാണ്? 2-ാം ലോക യുദ്ധത്തിൽ ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്തിയത് കൊണ്ടാണ്. ആണവായുധം ഉണ്ട് എന്ന് മാത്രമല്ല, ആണവായുധം അത് പ്രയോഗിച്ച സമയത്ത് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം ഞെട്ടിപ്പോവുകയും ചെയ്തു.
രണ്ട് പ്രദേശത്തിന് നേരെ ആക്രമണം നടത്തിയാൽ തിരിച്ച് ആക്രമിക്കാനുള്ള ഒരു ശക്തിയും ബലവും ജപ്പാന്റെ കൈവശത്ത് ചോർന്നു പോയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ലോക പോലീസ് കുപ്പായം അണിഞ്ഞത്. അതോട് കൂടിയിട്ട് അന്നത്തെ നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് അമേരിക്കക്കാണ് ശക്തിയും ബലവുമുള്ള രാജ്യം സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ്റെ മേലെയാണ് അമേരിക്കക്ക് ആധിപത്യം ഉണ്ടായത്. പിന്നെ അവർ തമ്മിൽ സർവാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള മത്സര കാര്യങ്ങൾ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ശീതസമരം, എത്ര കൊല്ലം നിന്ന ശീതസമരം, അത് നേർക്ക് നേരെ ഒരു യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയ മുറിപ്പാടുണ്ടാക്കുന്നതാണ്. നയതന്ത്ര ബന്ധങ്ങളൊക്കെ അറ്റുപോയി, അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റുമതി ഇറക്കുമതിയില്ല, പൗരന്മാർ പോകുന്നതും വരുന്നതും വരെ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തി. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യത്ത് അഭിമുഖീകരിച്ചതാണ് ഈ പറയപ്പെട്ട സംഭവവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാനും ചൈനയും തമ്മിലുള്ള ഡീലിംഗ്, ഇത് ഭയത്തോടു കൂടിയും വേദനയോടുകൂടിയും സങ്കടത്തോടും കൂടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും ഇസ്രായേലും നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.